എന്താ ഈ ന്യൂസിന്റെ അടിസ്ഥാനം? ഇവിടെ മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിൽ എത്തിച്ച അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെന്ന്. പോകുന്നതിന് മുമ്പ് വരെ ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചതാ നടത്തിയിട്ടുണ്ടോന്ന്. 1 മണിക്കൂർ ശസ്ത്രക്രിയ നടത്തുമെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിക്കുക, അല്ലാണ്ട് അവിടെ ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല. അതിന്റെ പേരിൽ 1 മണിക്കൂർ വെയിറ്റിംഗ്. ഞാൻ അവിടെ ചെന്നപ്പോ തൊട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ കോഴിക്കോട് മാറ്റും എന്ന് പറഞ്ഞു. വേണ്ട ചികിത്സ അവിടെ ഇല്ലാന്താനും വന്നാൽ അവിടെ നിന്നൊട്ടോ മാറ്റൂല്ല. ഇത് എവിടുത്തെ നിയമം ഇത്? അല്ല, ഇതൊരു മെഡിക്കൽ കോളേജ് അല്ലേ? ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജും വയനാട് മെഡിക്കൽ കോളേജും വയനാട് ഒരു ജില്ലേന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അല്ലാണ്ട് മെഡിക്കൽ കോളേജിൽ വേണ്ടത് ഒരുപോലെ തന്നെ ഫെസിലിറ്റീസ് വേണം. ഇവിടെ എന്തുകൊണ്ടാ ഫെസിലിറ്റീസ് ഇല്ലാത്ത? എന്തിനാ അവിടെ വയനാട് മെഡിക്കൽ കോളേജ് എന്ന് പേരിട്ടേക്കുന്നത്? എന്തിനാ? അത് മെഡിക്കൽ കോളേജാണ്. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ശ്രദ്ധ പോലും അവിടെ ഇല്ല. ഉണ്ടെങ്കിൽ ഒരാളുടെ ജീവൻ അവിടെ നഷ്ടപ്പെടില്ല. ഇന്ന് എന്റെ അച്ഛന്റെ മാത്രമല്ലല്ലോ, എത്ര പേരുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് അവസാനത്തെ ഒന്നുമല്ലല്ലോ, ഇനി എത്ര നഷ്ടപ്പെടാനുണ്ട്? ചികിത്സ മര്യാദയ്ക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്റെ അച്ഛൻ ഇന്ന് ഈ ലോകം വിട്ടുപോയില്ല. മാനന്തവാടിയിൽ നിന്ന് ഒരു ചികിത്സയും ലഭിക്കാതെയാണ് കോഴിക്കോടേക്ക് പോയത് അല്ലേ? ആകെ ഞാൻ CT സ്കാൻ എടുക്കുന്ന മാത്രം കണ്ടിട്ടുണ്ട്, വേറെ ഒന്നും എനിക്കറിയത്തില്ല. കൊടുത്തിട്ടില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ചികിത്സ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയില്ലായിരുന്നു. ചികിത്സ കിട്ടാണ്ട് ആ 3:30 വരെ ജീവിച്ചെങ്കിൽ, ചികിത്സ കിട്ടിയെങ്കിൽ ഇപ്പൊ ജീവിക്കില്ലേ? എന്താണ് കുടുംബത്തിന്റെ ഒരു ആവശ്യം? എന്റെ പപ്പ ഉള്ളപ്പോ നോക്കിയ പോലെ ഈ കുടുംബത്തിന് മുന്നോട്ട് പോകണം. ഇവിടുത്തെ കടങ്ങള്, എന്റെ പഠനം, എന്റെ അമ്മയ്ക്ക് ജോലി, ഈ കുടുംബത്തിന് ഒരു കുഴപ്പം ഉണ്ടാവരുത്. എന്തായാലും മരിച്ചുപോയ എന്റെ അപ്പനെ തിരിച്ചു തരാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഇവിടുത്തെ ആവശ്യങ്ങൾ തരേണ്ടതാണ്. അത് ഞങ്ങളുടെ അവകാശം ചോദിക്കേണ്ട, തരേണ്ട കടമ അവർക്കുണ്ട്. അവര് കാരണം ഈ ജീവൻ നഷ്ടപ്പെട്ട്, ഇവിടുത്തെ സർക്കാർ കാരണം.